കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ദിവസം തള്ളയുടെ ചൂട് മാത്രം മതി. രണ്ടാമത്തെ ദിവസം തൊട്ടിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് തുടങ്ങാം, വെള്ളം കൊടുക്കുക. അപ്പോൾ ആദ്യം കൊടുക്കണമെങ്കിൽ സ്റ്റാർട്ടർ ഒരു 2 ആഴ്ച വരെ കൊടുക്കാം. അതിൻ്റെ ശേഷം സ്റ്റാർട്ടർ കൂടെ കുറച്ച് അരിയും ഗോതമ്പും കൂടിയും പൊടിച്ചിട്ട് അതും കൂടി മിക്സ് ചെയ്തിട്ട് ആ രീതിയിൽ കൊടുക്കുക. പിന്നീട് ഒരു മാസം കഴിഞ്ഞാൽ സ്റ്റാർട്ടറിന് പകരം അതിൽ ഗ്രോവറും കൂടി ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെ കൊടുക്കുക. 2 ആഴ്ച കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് കുറച്ച് ചോറും അതല്ലെങ്കിൽ എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ആ രീതിയിൽ കൊടുക്കുകയും ചെയ്യുക. പിന്നെ ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ അരി കുതിർത്തിയതും അതുപോലെ ഗോതമ്പ് കുതിർത്തിയിട്ടും അതുപോലെ അരി ചോറാക്കിയിട്ട് ആ രീതിയിലും അതിലൂടെ കുറച്ച് ഇലകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടും അതുപോലെ മുട്ടത്തോട് പൊടിച്ചത് അതൊക്കെ ഒരു സ്പൂൺ ചേർത്തിട്ട് അങ്ങനെയും കൊടുക്കുക. പിന്നെ കുറച്ച് ചോളത്തവിടോ ഏതെങ്കിലും ഒരു തവിടോ അതല്ലെങ്കിൽ നമ്മൾ തേങ്ങാപ്പിണ്ണാക്കോ അതൊക്കെ ഈ ചോറ് കൂടെ ഉൾപ്പെടുത്തിയിട്ട് ആ രീതിയിലൊക്കെ നമുക്ക് ഒരു മാസം കഴിഞ്ഞാൽ തന്നെ കുറേശ്ശെ കൊടുത്ത് തുടങ്ങാം. ഇതുപോലെ സ്റ്റാർട്ടറും അതിൽ കൂടെ കുറച്ച് ചോറും സ്റ്റാർട്ടർ 2 ആഴ്ച കഴിഞ്ഞാൽ തന്നെ ഈ രീതിയിൽ കുറേശ്ശെ കൊടുത്ത് തുടങ്ങാം. നമുക്ക് ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ ഗ്രോവറും കൊടുക്കുക, അതിലൂടെ ചോറും പിന്നെ കുറച്ച് എന്തെങ്കിലുമൊക്കെ തവിടോ പിണ്ണാക്കോ ആ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ കുറേശ്ശെ ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെ കൊടുക്കുക. അല്ലാതെ വെറും നമ്മൾ തീറ്റ തന്നെ വാങ്ങി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നാടൻ കോഴികളൊക്കെ വളർത്തുകയാണെങ്കിൽ ഈ രീതിയിലൊക്കെ മതി. കുറച്ചൊക്കെ നമുക്ക് തീറ്റയൊക്കെ എന്തെങ്കിലുമൊക്കെ ലേശം അതിൽ കൂടെ വാങ്ങി കൊടുക്കുകയും ചെയ്യുക. അതിൻ്റെ പുറമെ പിന്നെ ചോറ് തവിട് അങ്ങനെ ആ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ കോഴികൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും, നല്ല ഉഷാറായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ 2 മാസമൊക്കെ കഴിഞ്ഞാൽ വിരമരുന്നും കൊടുക്കുക. അപ്പോൾ ആ രീതിയിൽ നമ്മൾ വളർത്തി കൊണ്ടുപോവുകയാണെങ്കിൽ അത് കറക്റ്റ് സമയത്തിൽ തന്നെ മുട്ടയിടുകയും ചെയ്യും. അതുപോലെ അങ്ങനെ പ്രത്യേകിച്ച് കുരുപ്പോ അതുപോലെ തൂക്കോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നെ കൂടൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി ഇടുക. കൂട്ടിലേക്ക് പുറത്തേക്ക് വിടാത്ത കോഴികളാണെങ്കിൽ കൂട്ടിലൊക്കെ കുറച്ചധികം മണ്ണൊക്കെ ഇട്ട് കൊടുക്കുക. അതുപോലെ കുറച്ച് ഇടയ്ക്കൊക്കെ നമുക്ക് ഒഴിവുള്ള സമയത്തൊക്കെ പുറത്തൊക്കെ ഒന്ന് വിട്ട് വെയിലൊക്കെ ഒന്ന് കൊള്ളാൻ ആ രീതിയിലൊക്കെ ഒന്ന് വിട്ട് കൊടുക്കുക. പിന്നെ ഇപ്പോൾ ഇതുപോലെ പുഴു ചിതൽ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. പുഴുവൊക്കെ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പകുതി തീറ്റ കൊടുത്താൽ മതി. കാരണം പുഴുവൊക്കെ കൊടുക്കുമ്പോൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ പെട്ടെന്ന് വളരുന്നതാണ്. അപ്പോൾ അത് നമ്മളൊന്ന് കുറച്ച് അതിന് എടുത്തിട്ടൊന്ന് അവർക്കൊന്ന് കഴുകിയിട്ട് കൊടുത്താൽ മതി. വലിയ കോഴികൾക്കൊന്നും കഴുകേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ കൊടുക്കുക. ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഒന്ന് കുറച്ചൊരു പേപ്പറോ എന്തെങ്കിലുമൊക്കെ ന്യൂസ് പേപ്പറൊക്കെ നമ്മളെ വേസ്റ്റിൻ്റെ മേലെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിലോട്ട് ഇങ്ങോട്ട് പുഴുവൊക്കെ വന്നിരിക്കും. അപ്പോൾ അതിനെടുത്തിട്ട് നമ്മളൊരു അരിപ്പ പോലത്തെ എന്തിലേലും ഇട്ടിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൂട്ടിലോട്ട് തന്നെ കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വളരുന്നു. വലിയ കോഴികളാണെങ്കിൽ എളുപ്പത്തിൽ മുട്ടയിടാനൊക്കെ ആയി കിട്ടുകയും ചെയ്യും. പിന്നെ എപ്പോഴും നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് വെള്ളവും ഇതൊക്കെ അവർക്ക് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് കോഴികളെന്ന അസുഖങ്ങളൊന്നും വരാതെ നല്ല രീതിയിൽ വളർത്തി കൊണ്ടുവരാനും പറ്റും. പിന്നെ നമുക്ക് ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് അത്ര വിറ്റാമിൻ മരുന്നോ അതുപോലെ മരുന്നുകളൊന്നും വാങ്ങി കൊടുക്കേണ്ട ആവശ്യം